എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് സിമ്പിളായിട്ട് പഴം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്, പക്ഷേ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ആ ഒരു പഴത്തിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഒക്കെ ഫ്ലേവർ വരുന്ന സമയത്ത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ബനാന വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള നല്ല പഴുത്ത റോബസ്റ്റ പഴമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതുപോലുള്ള ഒരു വലിയ പഴവും അതേപോലെ ഇതുപോലെ ഈ ഒരു സൈസിലുള്ള ഒരു കുഞ്ഞു പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത റോബസ്റ്റ പഴം തന്നെ എടുക്കുക. റോബസ്റ്റ പഴം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറുപഴം ഉണ്ടാവുമല്ലോ, അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ അതെടുക്കുന്ന സമയത്ത് ഈ ഒരളവിലല്ല, ഒരു 4 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം എടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഏത് പഴം എടുത്താലും കുഴപ്പമില്ല, നല്ല പഴുത്തിട്ടുള്ള പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ 2 പഴത്തിൻ്റെയും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. പഴം മുഴുവനായിട്ടും ഈ ഒരു രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ ഒരു പഴം നമുക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു പഴം നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ ഈ ഒരു കേക്കിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 1/4 കപ്പോളം വരുന്ന പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള പഴമാണ്, അതുകൊണ്ടാണ് 1/4 കപ്പോളം വരുന്ന പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ എടുക്കുന്ന പഴത്തിന് മധുരം കുറവാണ് എന്നാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പ്ലസ് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു പഴത്തിൻ്റെ മധുരത്തിന് അനുസരിച്ചിട്ട് പഞ്ചസാര എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഒരു പഴവും പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു പഴത്തിൻ്റെയും പഞ്ചസാരയുടെയും മിക്സ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതേ ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം കേട്ടോ. ആ ഒരു അരിപ്പയിലോട്ട് 250 ml കൽപ്പിൽ കറക്റ്റ് 1/4 കപ്പോളം വരുന്ന മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ 1/4 കപ്പോളം മൈദ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന കൊക്കോ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുത്തിട്ട് നേരിട്ട് ഈ ഒരു പഴത്തിൻ്റെ മിക്സിയിലോട്ട് തന്നെ ചേർത്ത് കൊടുത്തോളൂ. നമ്മൾ 3-4 തവണ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരൊറ്റ തവണ അരിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഴം ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരിച്ചെടുത്തിട്ട് ഡയറക്റ്റായിട്ട് ഈ ഒരു പഴത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇതുപോലുള്ള ഒരു സ്പാച്ചിലോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് ബലം കൊടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യേണ്ട. പതുക്കെ ഈ ഒരു പൊടി ആ ഒരു പഴത്തിൽ ഒന്ന് മിക്സ് ആവണം കേട്ടോ. ആ ഒരു രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ചായിട്ട് ഇളം ചൂടുള്ള പാല് ചേർത്തിട്ട് കറക്റ്റ് നമ്മൾ കേക്കിൻ്റെ ബാറ്ററാക്കി റെഡിയാക്കി എടുക്കുക കേട്ടോ. ഒരുപാട് പാല് ഒരുമിച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ബലം കൊടുത്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ബേക്ക് ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് കട്ടിയായി പോകും, ഹാർഡായി പോകും. അതുകൊണ്ട് പതുക്കെ ഈ ഒരു രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുക്കുന്ന പാലിന് ഒരുപാട് ചൂടുണ്ടാകാൻ പാടില്ല, അതേപോലെ നല്ല തണുത്തിട്ടുള്ള പാലും ആയിരിക്കരുത് കേട്ടോ. നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിലുള്ള ഒരു ഇളം ചൂടുള്ള പാല് മാത്രം കേട്ടോ. ആ ഒരു ചൂടിലുള്ള പാല് മാത്രം ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് പതുക്കെ ഇതിലോട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വരുന്ന ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ ഉപയോഗിച്ചാൽ മതി. അതേപോലെ നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം വരുന്ന വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് സമയമായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ആ ഒരു പാലൊക്കെ കറക്റ്റായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം മാത്രം ആ ഒരു അവസാന ഘട്ടത്തിൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പതുക്കെ ആ ഒരു ഓയിൽ എല്ലായിടത്തും ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് ഇച്ചിരി ഒന്ന് ടൈറ്റ് ആയിരിക്കണം.
ഇനി ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് ഞാൻ ഈ ഒരു ബാറ്ററിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചോക്കോ ചിപ്സിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ചോക്ലേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്സ് നമ്മൾ എന്തിനാ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ കേക്ക് ബേക്ക് ആയി കഴിഞ്ഞാൽ ഈ ഒരു ചോക്കോ ചിപ്സ് ആയാലും ചോക്ലേറ്റ് ആയാലും നമ്മുടെ ഈ ഒരു കേക്ക് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടും. അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു കേക്ക് ടിന്നിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ടിന്നിൻ്റെ അടിയിലായിട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഓയിൽ നമുക്കൊന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഈ ഒരു കേക്ക് ടിന്നിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറിക്കോട്ടെ. അപ്പോൾ പതിവ് പോലെ ഈ ഒരു ഇഡ്ലിച്ചെമ്പിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇഡ്ലിച്ചെമ്പിൽ ആവശ്യത്തിലധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലൊരു റിങ് അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു റിങ്ങിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മുടെ കേക്ക് ടിന് നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു കേക്ക് ടിന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കവറാവുന്ന രീതിയിലുള്ള ഒരു അടപ്പ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു അടപ്പിൻ്റെ മുകളിലോട്ടായിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ളത് എടുത്ത് വെച്ച് കൊടുക്കുക. നമ്മുടെ കേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബേക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ഇഡ്ലിച്ചെമ്പിൻ്റെ അടപ്പിട്ടിട്ട് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 35-40 മിനിറ്റ് ഈ ഒരു കേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ആകാനായിട്ട് ഇച്ചിരി ഒന്ന് ടൈം എടുക്കും കേട്ടോ. കാരണം നമ്മൾ പഴയ ഇതിലോട്ട് ചേർത്ത് കൊടുത്തുകൊണ്ട് ഈ ഒരു കേക്ക് ബാറ്റർ എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ ബേക്ക് ആവാനായിട്ട് ഇച്ചിരി ഒന്ന് ടൈം എടുക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 35-40 മിനിറ്റ്. അപ്പോൾ ഇതേ നമ്മുടെ ചോക്ലേറ്റ് ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം ഇതുപോലുള്ളൊരു കത്തി വെച്ചിട്ട് ഈ ഒരു സൈഡൊക്കെ ഒന്ന് ഇവിടെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് പെട്ടെന്ന് ഈ ഒരു കേക്ക് ടിന്നിൽ അങ്ങോട്ട് വിട്ടുമാറും. എന്നിട്ട് ബട്ടർ പേപ്പറൊക്കെ പതുക്കെ അങ്ങോട്ട് മാറ്റിക്കളയാം. ഇനി നമുക്ക് ഇത് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഈ ഒരു കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് കാണാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും അതേപോലെ കഴിക്കാനായിട്ട് ഇച്ചിരി ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ടും കുറച്ച് വിപ്പിംഗ് ക്രീമേ വെച്ചിട്ട് ഞാനൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല. കഴിഞ്ഞ തവണ ഞാനൊരു കേക്ക് ചെയ്ത സമയത്ത് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ അങ്ങോട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബനാന ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി കേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.